ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ 26ാമത്തെ ക്ലാസ് ആയി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള G7 എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് എന്താ, അത് കറണ്ട് അഫെയർ റിലേറ്റഡ് ടു സിലബസ്, വേൾഡ് ഹിസ്റ്ററിയിൽ എങ്ങനെ G7 വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് ആദ്യം ക്ലിയർ ചെയ്തതിനു ശേഷം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. അപ്പൊ എൻ്റെ പേര് കിരൺ. അവിടെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് പ്രിഫറൻസ് ക്ലാസ്സിനാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ടെലഗ്രാം ചാനലിനെ കുറിച്ചും യൂട്യൂബ് ചാനലിനെ കുറിച്ചും എല്ലാം പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ്. അതിൽ ഗ്രേറ്റ് റവല്യൂഷൻ ഉണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ട് ടോപ്പിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഒന്ന് ഐക്യരാഷ്ട്ര സംഘടന, രണ്ട് മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇങ്ങനെ രണ്ട് ടോപ്പിക് നമുക്ക് ആവശ്യമുണ്ട്. ക്ലിയർ അല്ലേ? ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആയിട്ടുള്ളത്. UN ബന്ധപ്പെട്ടിട്ട് UN ഇൻഡെക്സസ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സ് എന്നുള്ള ഇൻഡെക്സസിൽ മെയിൻലി ഇന്ത്യയുടെ പോർഷൻ എങ്ങനെയാ, അതേപോലെ കറന്റ്ലി ഫസ്റ്റ് നിൽക്കുന്ന ആരാ എന്നുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ഡേയ്സും ഇയേഴ്സും. ഫോർ എക്സാമ്പിൾ 2026 ഇന്റർനാഷണൽ ഇയർ ഫോർ വുമൺ ഫാർമർ ആയിട്ട് UN ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അടുത്തത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ നാറ്റോ ഉണ്ട്, ബ്രിക്സ് ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. നാറ്റോ ഉണ്ട്, ബ്രിക്സ് ഉണ്ട്, നാറ്റോ, ബ്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. G7. അപ്പൊ അതിൽ നമ്മൾ നോക്കാവുന്ന ടോപ്പിക്കിന്റെ പേരാണ് G7 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായി. നമ്മളൊരു കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു KPSM മെത്തേഡിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ പേര് കിരൺ എന്നായതുകൊണ്ട് ആ മെത്തേഡിന്റെ പേരാണ് കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് വെച്ചിട്ടുണ്ടാവും കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട്. ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും എഴുതി വെക്കില്ല. നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു സിലബസ് മാത്രമേ എഴുതി വെക്കുകയുള്ളൂ. ഇത് റെഗുലർലി നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഈ ബുക്ക് മാത്രം നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പോകുക. എങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിൽ വരാൻ പോകുന്ന മാക്സിമം കറണ്ട് അഫയേഴ്സ്, ഓൾമോസ്റ്റ് എവറിത്തിങ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സർ ബാക്കിയുള്ള ക്ലാസ് എവിടെയൊക്കെയാണ്, നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കറണ്ട് അഫയറിന് വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി ചെയ്ത ടോപ്പിക്കാണ് G7. അത് 2025 മീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ G7 കുറിച്ചുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള PYQs നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് G7 ക്രിയേറ്റ് ആയത്, റഷ്യ എപ്പോൾ ഇൻക്ലൂഡഡ് ആയി, എപ്പോൾ ഔട്ടായി, G8 എങ്ങനെയാണ് G7 ആയത്, 1973 എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒന്ന് കാണുക. അതിനുശേഷം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗത്തിൽ സിമ്പിൾ ആയിട്ട് 2026 എന്താ G7 മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള PYQമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ക്ലാസ്സിൽ എന്ന് നടക്കാൻ പോകുന്നുള്ളത്. അപ്പൊ നമ്മുടെ G7 സബ്മിറ്റ് 2026 നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ രാജ്യങ്ങളുടെ പതാക നോക്കിക്കേ. പതാക പ്രകാരം 1, 2, 3, 4, 5, 6, 7. 7 രാജ്യങ്ങളാണ് ഇതിലുള്ളത്. പതാക അനുസരിച്ച് നമുക്ക് പറയാം. ആദ്യത്തെ പതാക USA. അപ്പൊ USA ആയി. 2 കാനഡ, 3 ബ്രിട്ടൻ, ഓക്കെ, 4 ഫ്രാൻസ്, 5 ജർമ്മനി, 6 ഇറ്റലി, 7 ജപ്പാൻ. അപ്പൊ G7 സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായി. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ചിട്ടുള്ള 7 സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് കൂടിയിട്ട് ചായ കുടിച്ചിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കാൻ പോകുന്ന പേരാണ് G7 സബ്മിറ്റ്. വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് മാത്രമല്ല, അടുത്തുള്ള നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി വിളിക്കും. കാരണം ഈ പിക്ചറിൽ കാണുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് ആണ്. ഇദ്ദേഹമാണ് US എന്താണ് ആക്ച്വലി പ്രസിഡന്റ് ആയിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മാക്രോൺ ആണ്, അദ്ദേഹമാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇത് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അതിനിടയിൽ നമ്മുടെ മോദിജി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തിനാ ഈ മോദിജി ഇവിടെ നിൽക്കുന്നത്? ഇവിടെയുള്ള പതാകയിൽ എന്തില്ല? ഈ മോദിജി നമ്മുടെ ഇന്ത്യയുടെ പതാക ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോ കുറച്ച് ഫ്രണ്ട്സ് കൂടെ പോകുന്ന തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്തായിരിക്കും, ആ ഫ്രണ്ട്സ് 2-3 പേരോട് കൂടി വിളിക്കും. അങ്ങനെ അവരുടെ എണ്ണം എന്ത് ചെയ്യും, കൂടുന്നതായിരിക്കും. ശരിക്കും ഇവിടെ വരേണ്ടത് 7 പേരായിരുന്നു.
ആ 7 പേര് കുറച്ചു പേരെ കൂടി എന്ത് ചെയ്തു, വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 7 പേര് എന്തായി, കുറച്ച് കൂടുതലായി. അവരെ വിളിക്കുന്നവരാണ് പ്രത്യേക ക്ഷണിതാക്കൾ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ G7 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവര് മാത്രമായിരിക്കില്ല, അവര് പ്രത്യേകമായി വിളിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയില്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. എന്താ പരിപാടി? ഫ്രാൻസിലാണ് 2026 G7 സബ്മിറ്റ് നടന്നിരിക്കുന്നത്. 2026 ജൂൺ 15 മുതൽ 17 വരെ ഫ്രാൻസില് ഏവിയൻ ലെസ് ബെയിൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ 52ാമത് G7 ഉച്ചകോടി എന്ത് ചെയ്തു, നടന്നു. എല്ലാ വർഷവും അവരിങ്ങനെ ചായ കുടിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. 52 പ്രാവശ്യമായി അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. എന്താണ് ഇവർ ഈ ചായ കുടിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് സാമ്പത്തിക മാന്ദ്യം, കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, മൊത്തത്തിൽ എന്താ ഇഷ്യൂ ആണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. മൊത്തത്തില് ലോകത്തിൽ എന്താ ആകെ ഡൗൺ ആണ്. അപ്പൊ ആ സാമ്പത്തിക മാന്ദ്യം എങ്ങനെ തീർക്കാം? ഇപ്പൊ എല്ലാം എയുടെ കാലമാണ്. ഓക്കെ, എന്തുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, എ എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ എന്താണ് ഈ എനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കൃത്രിമ ബുദ്ധി. കാലാവസ്ഥയിലൊക്കെ എന്താ മാറ്റം, മഴ വരേണ്ടപ്പോ മഴയില്ല, ചൂടാണെങ്കിൽ വളരെ കൂടുകയും ചെയ്യുന്നു. നമ്മളാണോ പ്രശ്നം? അതെ. ഓക്കെ, അപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഊർജ സുരക്ഷ. പെട്രോളും ഡീസലിനൊക്കെ എന്താ വില? E20 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതെങ്ങാനും കാറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബൈക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മൈലേജ് ആണെങ്കിൽ മൈലേജ് കിട്ടുന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ. രണ്ടുപേരും തമ്മിൽ അടിയില്ലാത്ത ദിവസമേ ഇല്ല. US ഇറാനും കൂടി അടിയാവുന്നു, ഇസ്രായേലും പാലസ്തീനും കൂടി അടിയാവുന്നു, റഷ്യയും ഉക്രൈനും കൂടി അടിയാവുന്നു. ഫുൾ അടിയും പ്രശ്നമാണ്. ഓക്കെ അല്ലേ? പിന്നെ വികസ്വര രാജ്യങ്ങളിലെ കടബാധ്യത. ഇപ്പൊ ഇന്ത്യ, ചൈന, അതേപോലുള്ള രാജ്യം, സൗത്ത് ആഫ്രിക്ക, ഓക്കെ, അങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മൾ വികസ്വര രാജ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവർ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഈ കടം തിരിച്ചടയ്ക്കണ്ടേ? ഓക്കെ, എവിടെന്നാ കടം വാങ്ങുന്നത്? ബാങ്കിൽ നിന്ന്. ഇപ്പൊ നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മൾ SBIയിൽ പോയിട്ടോ, അല്ലെങ്കിൽ എന്താ സഹകരണ ബാങ്കിൽ പോയിട്ടോ എന്ത് ചെയ്യും, ലോൺ എടുക്കുന്നതായിരിക്കും. നമ്മുടെ രാജ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും പ്രധാനപ്പെട്ട ബാങ്ക് ഉണ്ട്. ഒരു ബാങ്കിന്റെ പേരാണ് വേൾഡ് ബാങ്ക്. ഓക്കെ, ഒരു ബാങ്കിന്റെ പേരാണ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഈ രണ്ട് ബാങ്കിൽ പോയിട്ട് പൈസ കടം എടുക്കും. കടം എടുത്താൽ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ കടം എടുത്തത് തിരിച്ചു തന്നോ ചോദിക്കാൻ വേണ്ടി ഡിസ്കഷൻ. അടുത്തതാണ് വിതരണ ശൃംഖലയിലെ പ്രതിരോധ ശേഷി, അതായത് ഡിസ്ട്രിബ്യൂഷൻ. എന്ത് എവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ പേരാണ് മെയ്ഡ് ഇൻ ചൈന. അപ്പൊ ചൈനയാണ് ഇപ്പൊ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ചൈനേനെ ഇത്ര അധികം ഡിപ്പെൻഡ് വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് എല്ലാവർക്കും ഒരു തോന്നൽ. അതിന് പകരം ഇന്ത്യ ആക്കിയാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആപ്പിൾ വന്നിട്ട് എന്താ കമ്പനി തുടങ്ങുന്നു, ഇലോൺ മസ്ക് വന്നിട്ട് സ്റ്റാർലിങ്ക് തുടങ്ങുന്നു. ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചൈനയായിട്ട് മുട്ടാൻ തക്കവണ്ണം നമ്മൾ ആയിട്ടുമില്ല. എങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, ഇപ്പൊ കാര്യം മനസ്സിലായോ? നമ്മൾ ഇതേ കാര്യങ്ങളെല്ലാം ഒരു ചായക്കട ചർച്ച എന്ന് പറയും. അതായത് നമ്മൾ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്ന ചർച്ചയാണ്. കേരളത്തിലൊരു ചർച്ചയാണ് എന്ത് ഇത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയുള്ള ചർച്ച തന്നെയാണ് ഇത്. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ചായകുടി G7 നടത്താൻ തുടങ്ങിയ ചർച്ചയുടെ പേരുകളാണ് സാമ്പത്തിക മാന്ദ്യം, കൃത്രിമ ബുദ്ധി, കാലാവസ്ഥാ വ്യതിയാനം, ഊർജ സുരക്ഷ, ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, വികസ്വര രാജ്യങ്ങളിലെ കടബാധ്യത, വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി. ഓക്കെ, ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 പേര് ചേർന്ന് മീറ്റിംഗ് വിളിച്ചു. ആ 7 പേര് ഈ 2 പേരായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറെ പേരായി. അവരെല്ലാം കൂടി എന്ത് ചെയ്തു, മീറ്റിങ്ങിന് വന്നു, ചായ കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം എവിടെ നടക്കുന്നത്? ഇന്ത്യയല്ല, ബെൽജിയം അല്ല, ഇംഗ്ലണ്ട് അല്ല, എവിടെയാണ്? ഫ്രാൻസിലാണ്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക, ആൻസർ വാങ്ങുക, വീട്ടിൽ പോകുക, ജോലി നേടി എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ G7 ഉച്ചകോടി 2026 തീം എന്താ? ഓരോ വർഷം അവർക്ക് ഓരോരോ പ്രമേയവും തീം ഉണ്ടാവും. അപ്പൊ ഇപ്രാവശ്യത്തെ തീമാണ് പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും
അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക. പുതിയ പങ്കാളിത്തം കെട്ടിപ്പടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലമായി ഈ ഏഴുപേരും അവരും തമ്മിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. എന്നിട്ട് ആരെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പുതിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. പ്രധാനപ്പെട്ട റീപ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത് ചൈനയെ റീപ്ലേസ് ചെയ്തിട്ട് അന്താരാഷ്ട്ര ലോജിസ്റ്റിക്സിന്റെ കേന്ദ്രമായിട്ട് ഇന്ത്യയെ മാറ്റാൻ വേണ്ടി എന്താ വെസ്റ്റേൺ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഇറ്റ് വർക്ക്. അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ വരുന്നതായിരിക്കും. യുവാക്കളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജോബ് ഇല്ല എന്നുള്ളത്. അപ്പൊ അതിനൊരു വലിയ രീതിയിലുള്ള പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അടുത്ത അന്താരാഷ്ട്ര ഐക്യദാർഢ്യം എന്ത് ചെയ്യുക, പുനർനിർമ്മിക്കുക. പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ അന്താരാഷ്ട്ര ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു, അത് പോയി എന്നാണ് പറയുന്നത്. എങ്കിൽ പോയി എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തുകൊണ്ടാ പോയി നോക്കാം. ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ത് ഉണ്ടായിരുന്നു, US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ ആകെ പ്രശ്നമാണ്. ഓക്കെ അല്ലെ, വെനിസ്വേലയിലെ പ്രസിഡന്റിനെ ഒരു ദിവസം രാത്രി എടുത്ത് തൂക്കുന്നു, ഇറാനുമായിട്ട് വെറുതെ പോയിട്ട് അടിയുണ്ടാക്കുന്നു. ഓക്കെ, യുദ്ധം വരുന്നു. അതിനിടയ്ക്ക് വേറൊരു മനുഷ്യരുണ്ട്, അയാളുടെ പേരാണ് പുടിൻ. അയാൾക്ക് യുക്രൈൻ വേണമെന്ന് വലിയൊരു ആഗ്രഹം. എന്ത് ചെയ്തു, ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു യുദ്ധം നടക്കുന്ന ഒരു ഭാഗത്ത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മനുഷ്യരാശി ഉണ്ടായപ്പോൾ തൊട്ടുള്ളതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ നമുക്കൊന്ന് മറികടന്ന് സമാധാനം കൊണ്ടുവന്ന് പെട്രോൾ ഡീസലിലേക്ക് ഒന്ന് കുറച്ച് സാധനങ്ങളുടെ വിലയൊക്കെ ഒന്ന് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ തീമിന്റെ കഥയായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? എങ്കിൽ 2026 G7 ഉച്ചകോടിയിൽ എന്തൊക്കെയാണ് ചായകുടി അജണ്ട? അജണ്ട നമ്പർ 1 സാമ്പത്തിക സുരക്ഷയും ആഗോള വളർച്ചയും. അപ്പൊ നമുക്ക് അജണ്ട നമ്പർ 1 കാര്യങ്ങൾ നോക്കാം. അതായത് ഒരു ദിവസം അല്ല മീറ്റിംഗ് ഉണ്ടാവുക, ഓരോ ദിവസം ഓരോ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ദിവസം നമ്പർ 1 സാമ്പത്തിക സുരക്ഷയും ആഗോള വളർച്ചയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ അവര് ഈ പറയുന്ന 1, 2, 3, 4, 5, 6 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഒന്നാമത്തെ, ആഗോള വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഐഡിയ മനസ്സിലായി. ഓക്കെ, ചൈനയെ റീപ്ലേസ് ചെയ്തിട്ട് ആരെ കൊണ്ടുവരിക, ഇന്ത്യയെ കൊണ്ടുവരിക. കറക്റ്റ്. സാമ്പത്തിക പ്രതിരോധ ശേഷി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതായത് എന്തെങ്കിലും പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ കയ്യിൽ എന്തുണ്ടാവണം, പൈസ ഉണ്ടാവണം. അപ്പൊ പൈസയുടെ സിറ്റുവേഷൻ എന്താവുക, ബെറ്റർ ആക്കുക. സുസ്ഥിര വളർച്ച പ്രോത്സാഹിപ്പിക്കുക. ഡെവലപ്മെന്റ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഡെവലപ്മെന്റ് പേരിൽ വെറുതെ മരം വെട്ടാനും കാട് വെട്ടിത്തെളിക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് എന്ത് ചെയ്യും, പണി തരും. അത് വിവിധ രീതിയിലായിരിക്കും. വല്ല സുനാമി വരും, ഉരുൾപൊട്ടൽ വരും. ഒക്കെ എവിടെയെങ്കിലൊക്കെ വീട് ഇടിഞ്ഞു പോകും, ആകെ ഇഷ്യൂ ആകും. അതുകൊണ്ട് വെറും വളർച്ചയല്ല വേണ്ടത്, എന്താ, സുസ്ഥിര വളർച്ച വേണമെന്ന് പറഞ്ഞു. വ്യാപാര സഹകരണം. ഒരു ട്രേഡ് ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണ്ടേ? നമ്മൾ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പോലെ എല്ലാം അമേരിക്കക്ക് മാത്രം കിട്ടണം പറഞ്ഞാൽ ശരിയാവൂ? ഓക്കെ അല്ലെ, എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ? അതിനു വേണ്ടി നോക്കി. നിർണായക ധാതുക്കളുടെ സുരക്ഷ. ചില പ്രധാനപ്പെട്ട ധാതുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ പുതിയ ക്വാണ്ടം മെക്കാനിക്സിന്റെയും മൊബൈൽ ടെക്നോളജിയുടെയും കാലത്ത് ലിഥിയം നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള എന്താ ഒരു ധാതുവാണ്. ലിഥിയത്തിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ PSC കഴിഞ്ഞ 2025-26 കാലത്ത് ചോദിച്ചിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നിർണായക ധാതുക്കളുടെ സുരക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ധാതുക്കൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. നിക്ഷേപ സംരക്ഷണം. എന്തൊക്കെ പറയുകയാണെങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഉണ്ടാവില്ലേ? അത് ചിലപ്പോൾ കുറെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഗവൺമെന്റ് ആയിരിക്കാം. ഓക്കെ, സോ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്, അത് ഇപ്പൊ നമ്മുടെ അമേരിക്കയിൽ ഒരു ബാങ്ക് ഉണ്ട്. ഓക്കെ, എന്ത് ബാങ്കാ, ബാങ്കിന്റെ പേരെന്തായിരുന്നു, ഗോൾഡ്മാൻ സാക്സ് എന്നൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ GDP-യേക്കാൾ കൂടുതലായിരിക്കും. അത്രയും വലിയ ബാങ്ക്സ് എല്ലാം അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അവരെന്തെങ്കിലും നിക്ഷേപിക്കണ്ടെങ്കിൽ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടണ്ടേ? അതിന് അവിടുത്തെ കാര്യങ്ങൾ ബെറ്റർ ആവണ്ടേ? അപ്പോ ഒരു പ്രാവശ്യം, ഓക്കെ, ഒരു കാര്യം, സാമ്പത്തിക സുരക്ഷ ഉണ്ടാവണം. എപ്പോഴും കടത്തിലാണ്, കയ്യിൽ പൈസ ഇല്ല, ഖജനാവ് കാലിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓക്കെ, നമുക്ക് ആ സംഭവം ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ? ആ സാമ്പത്തിക സുരക്ഷ ഉണ്ടെങ്കിൽ ആഗോള വളർച്ച എന്ത് ചെയ്യും, നല്ല രീതിയിൽ വരും. ഒന്നാമത്തെ ദിവസത്തെ ചായ കുടിയും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും കിട്ടിയില്ലേ? രണ്ടാമത്തെ ദിവസത്തെ ചായ കുടിയുടെ സംഭവത്തിന്റെ പേരാണ് കൃത്രിമ ബുദ്ധി, അല്ലെങ്കിൽ AI. അപ്പൊ AIയിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാ? ഓക്കെ, സാമ്പത്തിക സുരക്ഷ ആഗോള വളർച്ച 2 കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. സോറി, സാമ്പത്തിക ദുർബലത കുറയ്ക്കൽ, വികസന സമ്പത്ത് വ്യവസ്ഥകൾ എന്ത് ചെയ്യുക, പിന്തുണയ്ക്കൽ. വികസന രാജ്യങ്ങളെ കയ്യിൽ കുറച്ച് പൈസ കുറവാണ്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കുക, കുറച്ച് പൈസ കൊടുക്കുക. നേരത്തെ കൊടുത്ത പൈസ എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് നോക്കുക.
സാമ്പത്തിക ദുർബലത കുറയ്ക്കൽ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, നമ്മള് എല്ലാ ഒരു ഫോൺ വാങ്ങിയാൽ മതി, ഐഫോൺ തന്നെ വാങ്ങണം നിർബന്ധമില്ലല്ലോ. അതേപോലെ ഒരു രാജ്യത്തിന് ഉള്ള അനാവശ്യ ചെലവുകൾ, പാഴ് ചെലവുകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി സാമ്പത്തികമായി ഉണ്ടാവുന്ന ദുർബലത കുറയ്ക്കുക. ഇപ്പൊ ഒന്നാമത്തെ ദിവസത്തെ ചർച്ചയായി. രണ്ടാമത്തെ ദിവസത്തെ ചർച്ചയാണ് AI. അപ്പൊ എയുടെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, ഇതിനു വേണ്ടി ചട്ടക്കൂട് ഉണ്ടാക്കുക. ചട്ടക്കൂട് എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കുക. കൊണ്ട് ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മളൊരു യൂട്യൂബ് എടുക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ കൂടി നമുക്ക് അറിയില്ല. ഓക്കെ അല്ലെ? അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ മാനദണ്ഡം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകുന്നുള്ള, ഓൾറെഡി കൈവിട്ടു പോയി എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇപ്പൊ ഇൻഫർമേഷന്റെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെയാ, അതെ നമ്മളൊക്കെ പഴയ ആളുകളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇൻഫർമേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു പുസ്തകം വായിച്ചെടുക്കണം, ഒരുപാട് പരിപാടി ചെയ്യണം, ടി വിയിലൊക്കെ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ വരുള്ളൂ, അതന്നെ എടുത്തിട്ട് അങ്ങനെ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യണമായിരുന്നു. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു ചാകര. എവിടെ എടുത്താലും എന്താ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് അറിയാനുള്ള ഒരു സംവിധാനവും ഇല്ല. ഇനി എങ്ങാനും ഒരു സംഭവം അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു, പൈസയും പോയി, ഉള്ള പരിപാടിയും പോയി, ഫോണും ഹാക്കായി, ആകെ ഇഷ്യൂ ആയി. ഓക്കെ, അപ്പൊ സൈബർ സുരക്ഷാ സംരക്ഷണം വേണം. ഓക്കെ, ഇനി നവീകരണം ഉണ്ടാവണം. ഡെവലപ്മെന്റ് വേണ്ടെന്നല്ല, വന്നോട്ടെ, പക്ഷെ നിയന്ത്രണം വേണ്ടേ? രണ്ടും കൂടി ഒരു ബാലൻസിലല്ലേ പോണ്ടത്? അപ്പൊ നവീകരണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും സന്തുലിതാവസ്ഥ. ഒരു രാജ്യം വിചാരിച്ചാൽ മാത്രം അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അന്താരാഷ്ട്ര സഹകരണം ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ രണ്ടാമത്തെ ചായയുടെ ദിവസമായ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു. മൂന്നാമത്തെ കാര്യം കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും. അപ്പൊ മൂന്നാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, സോറി, കൃത്രിമ ബുദ്ധിയിൽ രണ്ട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുക. അതേപോലെ ഭാവിയിലെ തൊഴിൽ സേനയ്ക്ക് എന്ത് കൊടുക്കുക? തയ്യാറെടുപ്പ് കൊടുക്കുക. അതായത് ഭാവിയിലെ തൊഴിൽ സേന എന്ന് വെച്ച് കഴിഞ്ഞാൽ AI വരുമ്പോൾ ഒരുപാട് പേരെ പണി പോകും, അത് ഷുവർ തന്നെയാണ്. പക്ഷെ ഒരുപാട് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യാം? മാറ്റിയെടുക്കുക. നമ്മുടെ ഡാറ്റ സുരക്ഷിതമായിരിക്കണം, സ്വകാര്യമായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും ഒറ്റ സ്ലൈഡേ ഉള്ളൂ. അപ്പൊ സമാധിയിൽ മറന്നു നോക്കിയാൽ മതി. കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥയിൽ മാറ്റമുണ്ട്, കറക്റ്റ് അല്ലേ? പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ. ഹരിതഗൃഹ വാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. എങ്കിൽ കാർബണിന്റെ പുറന്തള്ളൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. എങ്ങനെയാ കാർബണിന്റെ പുറന്തള്ളൽ കുറയ്ക്കുക? നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എന്ത് ചെയ്യുക? മാറ്റുക. നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളാണ്. അതിന് പകരം പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ വ്യാപനം കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ E20 പെട്രോൾ. അങ്ങനെ E20 കൊണ്ടുവന്നപ്പോ പ്രശ്നം എന്തായി? മൈലേജ് ഇല്ല. അപ്പൊ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഹരിത സാങ്കേതിക വികസനം. അപ്പൊ എല്ലാ സ്ഥലത്തും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിനൊക്കെ പൈസ വേണ്ടേ? അപ്പൊ കാലാവസ്ഥയ്ക്ക് എന്ത് കൊടുക്കുക? എത്ര ധനസഹായം കിട്ടണം നോക്കുക. ഊർജ്ജത്തെ നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ ടെക്നോളജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ടെക്നോളജിയെ കുറിച്ചുള്ള സഹകരണം കൊണ്ടുവരിക. സുസ്ഥിരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക. അതായത് പാറ്റ, പല്ലി, ഷഡ്പദങ്ങൾ, ആമസോൺ കാടുകൾ, ഇവയൊക്കെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനമായി. അപ്പൊ അടുത്ത ചോദ്യം, ആരാണ് സാറേ പൈസ കൊടുക്കുക? പൈസയുള്ള രാജ്യങ്ങളാണ് ഈ 7 രാജ്യങ്ങൾ. ഈ പൈസയുള്ള രാജ്യങ്ങൾ പൈസ ഇല്ലാത്ത രാജ്യം എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഈ കാലാവസ്ഥ വ്യതിയാനത്തെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഡിസ്കഷൻ എന്തൊക്കെയാ വരുന്നത്? ഒന്ന്, കാർബണിന്റെ പുറന്തള്ളൽ, ഉദ്വമനം കുറയ്ക്കുക. 2, പുനരുപയോഗ ഊർജം വ്യാപിപ്പിക്കുക. 3, ഹരിത സാങ്കേതിക വികസനം നടത്തുക. 4, കാലാവസ്ഥയ്ക്ക് ധനസഹായം കൊടുക്കുക. 5, ഊർജ സുരക്ഷ ഉറപ്പുവരുത്തുക. 6, ഗ്രീൻ ഹൈഡ്രജന് വേണ്ടി സഹകരണങ്ങൾ കൊണ്ടുവരിക. 7, സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. 8, ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക. ഓരോ ദിവസം ഓരോ ഡിസ്കഷൻ ആയില്ലേ? അടുത്ത ഡിസ്കഷന്റെ കാര്യം നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സാമ്പത്തിക സുരക്ഷയും ആഗോള വളർച്ചയുമായി, അതേപോലെ കൃത്രിമ ബുദ്ധിയായി,
കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവുമായി. അടുത്തതാണ് അന്താരാഷ്ട്ര സുരക്ഷയും ഭൗമരാഷ്ട്രീയ സ്ഥിരതയും. അപ്പൊ അന്താരാഷ്ട്ര സുരക്ഷയെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അന്താരാഷ്ട്ര സുരക്ഷയിൽ ദാ കാണുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം. അത് എങ്ങനെയൊന്ന് തീർക്കണം, തീർത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സാധനങ്ങളുടെ വിലയൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. പശ്ചിമേഷ്യൻ സംഘർഷം, ട്രംപ് അവിടെ ഇറാനുമായിട്ട് തീർന്നു തീർന്നു പറയുന്നുണ്ട്, ഇതാണെങ്കിൽ തീർന്നിട്ടുമില്ല. സമുദ്ര സുരക്ഷ, അവിടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പറഞ്ഞൊരു സാധനമുണ്ട്, ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ ഇറാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിലൂടെ കപ്പലിന് കടക്കാൻ പറ്റുന്നില്ല. ഗ്യാസ് സിലിണ്ടർ കിട്ടണമെങ്കിൽ എന്താ ബുദ്ധിമുട്ട്, 45 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ഭീകരവാദ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെതിരെ എന്ത് ചെയ്യുക, സഹകരണങ്ങൾ കൊണ്ടുവരിക. എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് സ്ഥിരത കൊണ്ടുവരണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ, ഭക്ഷ്യ സുരക്ഷയിൽ പ്രശ്നമുണ്ട്, അതെന്ത് ചെയ്യുന്നതായിരിക്കും, അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷയിൽ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. ഭക്ഷ്യ സുരക്ഷയിൽ പ്രശ്നമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എല്ലാ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട്, ഇല്ലേ? അത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പരിപാടി തന്നെയാണ്. ഇനി അടുത്തത് എന്താ, നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം. ഈ അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇറാൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ പോയി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിനെ പിടിച്ചെടുക്കുക, ഇസ്രായേൽ ആണെന്ന് പറഞ്ഞിട്ട് പാലസ്തീനെ പോയി അറ്റാക്ക് ചെയ്യുക, ഓക്കെ അല്ലേ? അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിനെ, ഗൾഫ് രാജ്യങ്ങൾ നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റ് മിസൈലിൽ അറ്റാക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാനും പറയാനൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ? ചോദിക്കാനും പറയാൻ എന്ത് ചെയ്യുക, ആളെ ഉണ്ടാക്കുക. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് UN. അപ്പൊ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നോക്കുക, അവർക്ക് എന്ത് കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ അന്താരാഷ്ട്ര സുരക്ഷയും ഭൗമരാഷ്ട്രീയ സ്ഥിരതയും എന്ന് പറഞ്ഞ കാര്യത്തിൽ അവരെന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്തൊക്കെയാ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? എന്റെ കൂടെ പറഞ്ഞ്, ഒന്നാമത്തെ ഏതാ, റഷ്യ ഉക്രൈൻ സംഘർഷം. 2, പശ്ചിമേഷ്യൻ സംഘർഷം. 3, സമുദ്ര സുരക്ഷ. 4, ഭീകരവിരുദ്ധ സഹകരണം. 5, നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം. 6, തന്ത്രപരമായ സ്ഥിരത. 7, ആഗോള ഭക്ഷ്യ സുരക്ഷ. 8, നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ ആ ചായ കൂടി മീറ്റിംഗും കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം നമുക്ക് എന്താ ചെയ്യാൻ പോകണം നോക്കാം. അടുത്ത ദിവസം അവർ ചെയ്യാൻ പോകുന്ന കാര്യമാണ് വികസന സഹകരണവും ആഗോള ദക്ഷിണ ഇടപെടലും. എന്താണ് ഈ വികസന സഹകരണവും ആഗോള ദക്ഷിണ ഇടപെടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് വരാം. ഓക്കെ അല്ലെ? അതിനു വേണ്ടിയിട്ട് വികസന സഹകരണവും ആഗോള ദക്ഷിണ ഇടപെടലും. ഫോർ എക്സാമ്പിൾ, സദേൺ അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു മാപ്പ് എടുക്കാം. ഇവിടെ മാപ്പ് ഉണ്ട്, ഇതാ, ഗ്ലോബൽ നോർത്ത്, ഗ്ലോബൽ സൗത്ത്. ഇനി നമുക്ക് നോക്കിയാലോ, ഈ റോസ് കളറുള്ള സ്ഥലങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഈ എന്താ പറയാ, ഈ ഓറഞ്ച് കളറുള്ള സ്ഥലങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി എന്താ, ഡെവലപ്മെന്റ് കുറച്ച് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്ത് ആകെ ജപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ് മാത്രമുണ്ട്. ഇവരെയാണ് നമ്മൾ വികസിത രാജ്യമായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എങ്കിൽ സൗത്തിലുള്ള ആളുകൾ പാവപ്പെട്ടവരും നോർത്തിലുള്ള ആളുകൾ എന്താ, പണക്കാരും എന്നതാണ് പൊതുവേ ഉള്ളൊരു വെപ്പ്. പൊതുവേ ഉള്ളൊരു വെപ്പല്ല, അതൊരു ശരിയായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആ ചിത്രം കണ്ടാൽ തന്നെ അറിയാം. അവിടെ ഏഷ്യ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഏഷ്യയുടെ മുകളിലാണ്. എന്ന് വെച്ചാൽ അവിടെ പ്രധാനമായിട്ട് എന്താ പറയാ, റഷ്യ, അതേപോലെ എന്താ പറയാ, എന്താ യൂറോപ്പിന്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏഷ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഓറഞ്ചിൽ വന്നു. അവിടെ നോർത്ത് അമേരിക്ക എന്താ, പണക്കാരാണ്. ഒരു സൗത്ത് അമേരിക്ക എന്താ, കമ്പാരിറ്റീവ്ലി പാവപ്പെട്ടവരാണ്. ക്ലിയർ, മനസ്സിലായോ? ഓസ്ട്രേലിയനെ ഇതിൽ എവിടെയും ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വരയിട്ടിട്ട് ഓസ്ട്രേലിയ എവിടെ ചേർത്തിട്ടുണ്ട്, നോർത്തിൽ ചേർത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ അപ്പുറത്ത് ന്യൂസിലൻഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സദേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എങ്ങനെ വികസനം കൊണ്ടുവരണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു പ്രത്യേക വിഭാഗം മാത്രം വികസിച്ചാൽ പോരാ, എല്ലാവരും എന്ത് ചെയ്യണം, വികസിക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ, അവിടെയുള്ള വികസന മാതൃകകൾ എന്ത് ചെയ്യുക, പരിഷ്കരിക്കുക.
അവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവരിക, അവിടെയുള്ള ആളുകളുടെ ശേഷി വികസിപ്പിക്കുക, അതിലൂടെ അവർ എന്ത് ചെയ്യുന്നതായിരിക്കും, ജോലി നേടിയെടുക്കുന്നതായിരിക്കും. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്ലോബൽ ഗവേണൻസ് കൊടുക്കുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ സൗത്തിലുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നതായിരിക്കും, വികസനം വരുന്നതായിരിക്കും. അപ്പൊ ഓൾറെഡി വികസിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ വികസിച്ചു എന്നുള്ള ഒരു ഐഡിയയുള്ള 7 രാജ്യങ്ങൾ ബാക്കിയുള്ളവരെ എങ്ങനെ സഹായിക്കാം, ഞങ്ങൾ വികസിച്ച പോലെ നിങ്ങളെയും എന്ത് ചെയ്യും, വികസിപ്പിക്കും. അപ്പൊ ലോകത്തില് ഇൻഇക്വാളിറ്റി, ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ഈക്വൽ ആക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്നാലും രണ്ടാളുകൾ തമ്മിലുള്ള, പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളാണ് വികസന സഹകരണവും ആഗോള ദക്ഷിണ ഇടപെടലും നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആ ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇനി എന്താ അടുത്ത പരിപാടി? സമുദ്ര സുരക്ഷയും വ്യാപാര ബന്ധവും. പ്രധാനമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് സമുദ്ര സുരക്ഷയും വ്യാപാര ബന്ധവും എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത് എന്താ, ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കപ്പെടുന്നു, സാധനങ്ങൾ എത്തുന്നില്ല, ഊർജം എത്തുന്നില്ല, LPG സിലിണ്ടറിന്റെ വില എന്താ, കൂടുതലാണ്. അതെങ്ങനെ പരിഹരിക്കാം? അതിനുവേണ്ടി ആഗോളത്തിലുള്ള ട്രേഡ് റൂട്ടുകളുടെ വ്യാപാര പാതകൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. വിതരണ ശൃംഖല എന്ത് വേണം, സ്ഥിരത വേണം. സാധനം കിട്ടാനില്ല എന്നുള്ള അവസ്ഥ വരാൻ വേണ്ടി പറ്റില്ല. പ്രാദേശികമായിട്ടുള്ള സഹകരണം വേണം. എൻ്റെ അടുത്ത് 10 ഗ്യാസ് കുറ്റി കൂടുതലുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർ കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം. നീല സമ്പദ് വ്യവസ്ഥ വികസനം. ഓക്കെ, ഇപ്പോൾ ഉള്ള ഇറാൻ US യുദ്ധം കാരണം സമുദ്ര സമ്പദ് വ്യവസ്ഥ മൊത്തമായി എന്താവുന്നു, ഡൗൺ ആയിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യണം, ബെറ്റർ ആക്കണം. അതിനുവേണ്ടി തുറമുഖങ്ങളെ എന്ത് ചെയ്യണം, കണക്ടിവിറ്റി ചെയ്യണം. ഊർജ ഗതാഗത സുരക്ഷ നടത്തണം. ഇത്രയും കാര്യങ്ങൾ സമുദ്ര സുരക്ഷയും എന്താ, വ്യാപാര ബന്ധവും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. എന്തൊക്കെയാ ഡിസ്കസ് ചെയ്യുന്നത്? ഡിസ്കഷൻ നമ്പർ 1 നാവിഗേഷൻ സ്വാതന്ത്ര്യം. ഡിസ്കഷൻ നമ്പർ 2 ആഗോള വ്യാപാര പാതകളുടെ സംരക്ഷണം. 3 വിതരണ ശൃംഖല സ്ഥിരത. 4 പ്രാദേശിക സഹകരണം. 5 നീല സമ്പദ് വ്യവസ്ഥ വികസനം. 6 തുറമുഖ കണക്ടിവിറ്റി. 7 ഊർജ ഗതാഗത സുരക്ഷ. ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ ലാസ്റ്റ് ദിവസം നമ്മളെടുത്ത പരിപാടിയുടെ പേരാണ് ആഗോള വിശ്വാസവും അന്താരാഷ്ട്ര ഐക്യദാർഢ്യവും. ഒരാളെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തില്ല, ഈ പരിപാടി ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ബഹുമുഖത്വം പ്രോത്സാഹിപ്പിക്കുക. ബഹുമുഖത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവണം. എല്ലാം അമേരിക്കയാണ് എന്നുള്ള രീതിയിൽ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിവെക്കുക. എല്ലാവർക്കും എന്ത് കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക. രണ്ടുപേരും തമ്മിൽ വിശ്വാസം വേണം. വിശ്വാസം അതല്ലേ എല്ലാം. സമഗ്രമായ തീരുമാനം എടുക്കൽ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 4-5 പേരോട് ചോദിച്ചിട്ട് ചെയ്യുക. അതായത് ചുമ്മാ ഒരു ദിവസം പോയിട്ട് ഡൊണാൾഡ് ട്രംപ് ചെയ്ത പോലെ എന്താ വെനിസ്വേല ആളെ പിടിച്ചുകൊണ്ട് വരരുത്. ചെയ്തത് ശരിയോ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് നാട്ടുകാരോട് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുക, പ്രധാനപ്പെട്ട ആളോടൊന്ന് പറയുക. ഓക്കെ, പത്രത്തിൽ പരസ്യം കൊടുക്കുന്നല്ല പറഞ്ഞത്, ഒന്ന് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാലേ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലെ? ആഗോള വെല്ലുവിളികളെ സംയുക്തമായി നേരിടുക. ഞാന്, എന്റെ തല എന്റെ പോസ്റ്റർ, എന്റെ തല എന്റെ പോസ്റ്റർ, അങ്ങനെ പറയുന്നതിന് പകരം എല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തൽ. ഒരു വലിയ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടില്ല യുണൈറ്റഡ് നേഷൻസ്. അതിന്റെ ഭാഗമായിട്ട് വേറൊരു WHO സംവിധാനമില്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തണ്ടേ? എന്നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഭൗമ രാഷ്ട്രീയ വിഭജനങ്ങൾ കുറയ്ക്കുക. ഓക്കെ അല്ലേ? അതായത് സൗത്തേൺ സൈഡ് എന്താ പാവപ്പെട്ടവര്, നോർത്തേൺ സൈഡ് എന്താ പണക്കാര്, ഇങ്ങനെയുള്ള വിഭജനം എന്ത് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക. ഈ പരിപാടി ചെയ്താൽ മാത്രമേ രാജ്യങ്ങൾ തമ്മിൽ ഒന്നുണ്ടാവുള്ളൂ, ഒരു കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ. എങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. ഇതാണ് G7 2026 അവര് ഓരോ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഡിസ്കഷന് വേണ്ടി ഉപയോഗിച്ച ടോപ്പിക്സ്. അപ്പൊ നമുക്ക് മൊത്തം G7 അവർ എന്തൊക്കെയാ പറഞ്ഞെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്നല്ലേ. ഓക്കെ, അപ്പൊ ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ: 1 ഗ്ലോബൽ സൗത്തിന്റെ ആശങ്കകളെ എന്താ പറയുക, പ്രതിനിധീകരിക്കുക. ഗ്ലോബൽ സൗത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ കിട്ടി. ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്,
ഇവിടെയുള്ള ഈ ഓറഞ്ച് കളറുള്ള എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം, പരിഹരിക്കണം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിശ്വാസം പുനഃസ്ഥാപിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വസിച്ച് ഒരാളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഓരോ സമയം എന്താ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഈ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല, അതിനെന്ത് ചെയ്യണം, വിശ്വാസം അതാണ് എല്ലാം എന്ന് പറഞ്ഞു. ഓക്കെ, ദുർബലമായ വികസന രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം തേടുക. കയ്യിൽ പൈസ ഇല്ല, കുറച്ച് പൈസ കടം തരുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ അല്ല, പുതിയ കണക്ടിവിറ്റി, സ്കിൽഡ് മൊബിലിറ്റി പങ്കാളിത്തങ്ങൾ നിർദ്ദേശിക്കുക. അതായത് എല്ലാം ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പുതിയ കണക്ടിവിറ്റി കാര്യങ്ങൾ നോക്കുക. ഓക്കെ അല്ലേ, പ്രധാന ആഗോള പങ്കാളികളുമായി ഉഭയകക്ഷി യോഗങ്ങൾ നടത്തുക. എന്തായാലും ഒരു മീറ്റിങ്ങിന് പോയിരിക്കല്ലേ, അവിടെ വേറെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്, അവരുടെ എന്ത് ചെയ്യുക, ഡിസ്കഷൻസ് നടത്തുക. ഇതൊക്കെയാണ് ഇന്ത്യ എന്താ പറയാ ഉദ്ദേശിച്ച പരിപാടി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഒരു വികസന മാതൃക കൊണ്ടുവന്നു. അവിടെ പോയിട്ട് നമ്മുടെ മോഡിജി പറഞ്ഞു, സമത്വം, പരസ്പര ബഹുമാനം, ഉത്തരവാദിത്തം പങ്കിടുക, ദേശീയ ഉടമസ്ഥത. ഇതിൽ സമത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പരസ്പര ബഹുമാനം, പരസ്പരം ബഹുമാനിക്കണം. ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടായ ഉത്തരവാദിത്തം പങ്കിടണം. ഓക്കെ, നല്ലത് നടക്കുമ്പോ എല്ലാം ഞാനാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ എല്ലാം നമ്മുടെ തലയിട്ട് വന്നാൽ ശരിയാവില്ലല്ലോ. പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ഉത്തരവാദിത്വവും ഷെയർ ചെയ്യണം. ഓക്കെ, ദേശീയ ഉടമസ്ഥത. നമുക്ക് ഇന്ത്യ എന്നുകൊണ്ട് രാജ്യമില്ലേ, ഇത്രയും വലിയ രാജ്യത്തിന് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അത് ചെയ്യുമ്പോൾ അതിൽ കയറി ഇടപെടരുത്, ദേശീയമായിട്ടുള്ള ഒരു ഉടമസ്ഥത കൊടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ദാതാവ് സ്വീകർത്താവ്. ദാതാവ് സ്വീകർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് തന്നുകൊണ്ടേ ഇരിക്കുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു, വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഈ തന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ പുറത്തൊരു പുച്ഛം. ആ പുച്ഛത്തിന് പകരം നമ്മൾ രണ്ടുപേരും പങ്കാളികളാണ്, വി ആർ പാർട്ട്നേഴ്സ് എന്ന രീതിയിലേക്ക് മാറ്റാൻ ആര് പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗ്ലോബൽ സൗത്ത് എന്ന് വെച്ചാൽ കാര്യം മനസ്സിലായി. വികസന രാജ്യങ്ങൾക്ക് സഹായം മാത്രമല്ല, ഓക്കെ, മൊത്തത്തിലുള്ള ആഗോള ഭരണത്തിലും വികസനങ്ങളിൽ ഉണ്ടാക്കുന്ന ചട്ടക്കൂട, റൂൾസ് ആൻഡ് റെഗുലേഷനുകളിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജി സാബും പറഞ്ഞ് ഞങ്ങളുടെ പൈസ കൊണ്ടല്ലോ നടക്കുന്നത്. ഓക്കെ, എപ്പോ വന്നാലും പൈസ കടന്നു തരോ ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വരട്ടെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നോക്കാം. എന്തായാലും ഇന്ത്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് സി അവരെങ്ങനെ പ്രൊസീഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത പരിപാടി ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള സഹകരണം. നമ്മൾ ഇന്ത്യ അവിടെയുണ്ട്, അവിടെ ആഫ്രിക്കയുണ്ട്, ആഫ്രിക്ക ഒരു കോണ്ടിനെന്റ് ആണ്. അപ്പൊ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ഒരു സൗത്ത് സൗത്ത് സഹകരണം, ദക്ഷിണ ദക്ഷിണ സഹകരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അത് നമ്മൾ കുറെ കാലമായി ട്രൈ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ, ആഗോള ദക്ഷിണേഷ്യയും പശ്ചിമേഷ്യയിലുള്ള പ്രതിസന്ധി. തീർച്ചയായിട്ടും ഈ ഹോർമൂസ് കടലിലേക്കുള്ള തടസ്സം കാരണം നമുക്ക് ഇന്ധനം, പെട്രോൾ ഡീസൽ വില കൂടി, വളം, ഫർട്ടിലൈസർ കിട്ടാനില്ല, ഭക്ഷ്യവിതരണ ശൃംഖല തടസ്സങ്ങൾ, എല്ലാവിധ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്താ വില കൂടിയിരിക്കുകയാണ്. എന്തിനൊക്കെ വില കൂടി, LPG കിട്ടാനില്ല, LNG കിട്ടാനില്ല, ഡീസലിന് കുറവുണ്ട്, പെട്രോളിന് കുറവുണ്ട്, വളങ്ങൾക്ക് കുറവുണ്ട്, ആകെ പ്രശ്നമാണ്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, പരിഹരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ, അതിന് ദുർബലമായ രാജ്യങ്ങളെ സഹായിക്കണം. എങ്ങനെ സഹായിക്കുക, പൈസ ഒന്ന് സഹായിക്കണം. എന്നാരോട് പറഞ്ഞു, അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ. ഏതൊക്കെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം നിങ്ങൾക്ക് അറിയാം, രണ്ടെണ്ണം. ഒന്നിന്റെ പേരെന്താ, വേൾഡ് ബാങ്ക്. ഒന്നിന്റെ പേരെന്താ, IMF. ഓക്കെ, ബാഹ്യശക്തിയെ തടയുക. ബാഹ്യശക്തി തടയുന്ന വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും. നമ്മുടെ പ്രധാനപ്പെട്ട പുറമേ നിന്ന് ഇഷ്യൂ വരുന്ന സ്ഥലത്തിന്റെ പേരാണ് പാകിസ്ഥാൻ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. സാമ്പത്തിക പ്രതിരോധ ശേഷി നിലനിർത്തുക, കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം. ഓക്കെ, വർദ്ധിച്ചു വരുന്ന ഊർജ ഭക്ഷണ ചെലവുകൾ നിയന്ത്രിക്കുക. അതിനാ ഹോർമൂസിലെ പ്രശ്നവും തീർത്തു തന്നാൽ മതി. യുദ്ധങ്ങളുടെ ഭാരം ഒറ്റയ്ക്ക് വഹിക്കുന്ന എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ അല്ലെ, ഒരാൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞ ഉടനെ മൊത്തം എന്താ പറയാ ചെലവും കൂടി മറ്റൊരാളുടെ പുറത്തെടുക്കുന്ന എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഒന്ന് ഡിവൈഡ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ അല്ല, ഇനി അടുത്തത് പറഞ്ഞത് സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ചയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, വികസനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ 3 ചോദ്യങ്ങൾ പരിശോധിക്കണമെന്ന് ഇന്ത്യ പറഞ്ഞു. ചോദ്യം നമ്പർ 1, ആർക്ക് വേണ്ടിയാണ് ഈ വളർച്ച?
2, ആരോടൊപ്പമാണ് ഈ വളർച്ച? 3, ഏത് ദിശയിലേക്കാണ് ഈ വളർച്ച? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെയുള്ളവർക്ക് എന്തായി? കൺഫ്യൂഷൻ ആയി. അപ്പൊ നമ്മുടെ മോദിജി ഒരു ഡയലോഗ് അടിച്ചു, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, ഓക്കെ അല്ലെ, സബ്കാ പ്രയാസ് എന്നോട്ട് എന്ത് ചെയ്തു? ഡയലോഗ് അടിച്ചു. ഇത് പറഞ്ഞപ്പോ ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പൊ അവര് പറഞ്ഞു, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയായിരിക്കണം, വലിയ തോതിലുള്ള വികസനമായിരിക്കണം വേണ്ടത്, ചെറുതല്ല. ജനാധിപത്യത്തെ ശാക്തീകരിക്കണം, ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള എന്ത് കൊടുക്കണം? ഒരു വേദി ഉണ്ടായി കൊടുക്കണം. പങ്കിട്ട വികസനം, വികസനം ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിൽക്കരുത്, പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കരുത്. അംബാനിയും അദാനിയും മാത്രം പണക്കാരായ പോരാ, എന്ത് വേണം? അവർ തമ്മിലുള്ള, പാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറയണം. ഗ്ലോബൽ സൗത്തുമായി പങ്കാളിത്തം വേണം. എന്തായാലും നോർത്തിലുള്ള ആളുകൾ എന്താ? പണക്കാരാണ്. ഫോർ എക്സാമ്പിൾ യൂറോപ്പ്, USA, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ. എങ്കിൽ സൗത്തുമായിട്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും എന്ത് ചെയ്യണം? റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ഇതാണ് ഇന്ത്യയുടെ വികസന മാതൃക എന്ന് ആര് പറഞ്ഞു? മോഡിജി പറഞ്ഞു. എവിടെ? 2026 G7 മീറ്റിംഗില്, ഓക്കെ അല്ലെ? അതിനു വേണ്ടിയിട്ട് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും യൂറോപ്പുമായിട്ട് എന്താ, നമ്മൾ നല്ല രീതിയിൽ എന്താണ് ആക്ച്വലി ഒരു ഇടനാഴി ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വികസനം കൊണ്ടുവരുന്നുണ്ട്. ട്രേഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മൾ G20 പ്രസിഡൻസി ഇന്ത്യ ഏറ്റെടുത്തായിരുന്നു. നല്ല രീതിയിൽ പരിപാടി നടത്തിയായിരുന്നു. സഹകരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി ഓരോ രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പോണ്? ഡിസ്കഷൻ നടത്താൻ വേണ്ടി പോവാണ്. അതെന്തിനാ സാറേ ഓരോ രാജ്യങ്ങളുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നത്? ഇപ്പൊ മൊത്തം എല്ലാവരുമായിട്ട് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാലും ചില കാര്യങ്ങൾ ചിലരുമായിട്ട് പേഴ്സണലി അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം USA ആരുണ്ടായിരുന്നു? ഡൊണാൾഡ് ട്രംപിനായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, വ്യാപാരത്തിൽ ആകെ പ്രശ്നമാണ്, നിങ്ങളാണെങ്കിൽ ആകെ താരിഫ് വെച്ചിരിക്കുക, അതെങ്ങനെ ശരിയാവുക? ഊർജം, ഓക്കെ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, നിങ്ങളാണെങ്കിൽ അടക്കി H1B വിസ ആണെങ്കിൽ എന്താ തരുന്നത് ഭയങ്കര കുറച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് മോദിജി ആരെടുത്ത് പറഞ്ഞു? ട്രംപിന്റെ അടുത്ത് പറഞ്ഞു. ട്രംപ് എന്ത് പറഞ്ഞു? ഓക്കെ, നോ പ്രോബ്ലം, ഇനിയും ഉയർന്ന വൈവിധ്യമുള്ള H1B വിസയിൽ ആവശ്യമുള്ള ഇന്ത്യക്കാരെന്ത് ചെയ്യും? ഞാൻ തരുന്നു പറഞ്ഞു. അയാളെ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ സിറ്റുവേഷൻ അറിയില്ല. ഇതാണ് US പ്രസിഡന്റും മോഡിജിയും കൂടി എന്ത് ചെയ്യാണ്? മീറ്റിംഗ് നടത്തുകയാണ്. G7 മീറ്റിംഗിന്റെ ഇടയിൽ വെച്ചിട്ട് ഓരോരുത്തരും കൂടി എന്ത് ചെയ്യും? ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇത് മോഡിജി മാത്രമല്ല, അമേരിക്ക അവിടെ വന്നിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യും? പേഴ്സണൽ ഡിസ്കഷൻ നടത്തും. ഫ്രാൻസ് അങ്ങനെ നടത്തും. പിന്നെ എല്ലാവരും കൂടി എന്താ ഒരുമിച്ച് ചായ കുടിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെ ചായ കുടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഫ്രണ്ട്സും കൂടി പോയിട്ട് ഒരുമിച്ച് ചായ കുടിക്കുന്നു. എന്നിട്ട് ഓരോരുത്തരും എന്താ സെപ്പറേറ്റ് ചായ കുടിക്കുന്നു. ഇതിന്റെ പേരാണ് എന്ത്? G7 മീറ്റിംഗ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇന്ത്യൻ ചായ കുടിക്കാൻ പോയത് യുക്രൈനുമായിട്ടാണ്. യുക്രൈനിന്റെ നമ്മുടെ പ്രസിഡന്റ് ഉണ്ട്, ആരാ? വ്ളാദിമിർ സെലൻസ്കി. വ്ളാദിമിർ സെലൻസ്കിയുമായിട്ട് ചേർന്നപ്പോ ഇന്ത്യ പറഞ്ഞു എന്താ? ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ്, മാനവികതയുടെ മൂല്യങ്ങളെ മറ്റെല്ലാത്തിനും ഉപരി എന്ത് ചെയ്യുന്നു? പ്രതിഷ്ഠിക്കുന്നു. രണ്ട് നേതാക്കളും ഒരുമിച്ച് പറഞ്ഞു, നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് മുമ്പുള്ള വ്യാപാരത്തിലേക്ക് എന്ത് ചെയ്യണം? പുനഃസ്ഥാപിക്കണം, വ്യാവസായിക സഹകരണം കൊണ്ടുവരണം, ഉറപ്പുള്ള സംയുക്തമായ പദ്ധതികൾ കൊണ്ടുവരണം, നമ്മൾ തമ്മിലൊരു ഉഭയകക്ഷി ബന്ധം ഉണ്ടാവണം, നമുക്ക് ഒരാൾക്ക് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ പരസ്പരം പ്രയോജനകരമായ സാമ്പത്തിക ഇടപെടൽ ഉണ്ടാവണം എന്നെല്ലാം എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇന്ത്യ നേരെ യൂറോപ്യൻ യൂണിയന്റെ അടുത്ത് പോയി. അവിടെ രണ്ടുപേരുണ്ട്, യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ കോസ്റ്റ, അതേപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡയർ ലയൻ. അപ്പൊ കൗൺസിൽ പ്രസിഡന്റ് ആരാ? അന്റോണിയോ കോസ്റ്റ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാ? ഉർസുല വോൺ ഡയർ ലൈൻ. ഇവർ രണ്ടുപേരുമായിട്ട് മോദിജി എന്ത് ചെയ്തു? കൈകുലുക്കി. ഓക്കെ, രണ്ടുപേരുമായിട്ട് കമ്പ് വെച്ചു. ഇതെന്ത് പറഞ്ഞു? കുറച്ചു നേരത്തെ നമ്മള് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെയാണെങ്കിൽ നമ്മൾ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കുകയും ചെയ്തു. അത് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ പേര് അങ്ങനെയായിരുന്നു. ഓക്കെ അല്ല, അങ്ങനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. എങ്കിൽ 2026 അവസാനത്തോടെ കരാറിലുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമ്മൾ ഒപ്പുവെച്ചിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് എന്ത് ചെയ്യും? ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചു.
അതുകൂടാതെ ഓക്കെ അല്ലേ, അപ്പൊ നിക്ഷേപ കരാറിലെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. കറക്റ്റ്. ഓക്കെ അല്ലേ. സുരക്ഷാ പ്രതിരോധ സഹകരണം എന്ത് ചെയ്തു, ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. കറക്റ്റ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പുരോഗതി നമ്മൾ എന്ത് ചെയ്യും, നോക്കുന്നതായിരിക്കും. സുസ്ഥിരമായ ഒരു ബഹുധ്രുവ ആഗോള ക്രമം. ബഹുധ്രുവ ആഗോള ക്രമം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അമേരിക്കയല്ല എല്ലാത്തിന്റെയും അധികാരി, വിവിധ ആളുകളുള്ള ഒരു ക്രമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്നിവയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യും, നന്നായിട്ട് സഹകരിക്കും എന്നെന്ത് ചെയ്തു, ഈ മീറ്റിംഗിന്റെ ഇടയിൽ പറഞ്ഞു. ക്ലിയർ. എന്നിട്ട് നേരെ ഇന്ത്യ ജർമ്മനി അടുത്ത് പോയി. അപ്പൊ ജർമ്മനി പറഞ്ഞു, ഞങ്ങൾ 8ാമത് ഇന്ത്യ ജർമ്മനി ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻ വെക്കുന്നുണ്ട്. ഓക്കെ, 2026. അതിലേക്ക് മോഡിജി എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വരണം. ആരാ പറഞ്ഞ്, ജർമ്മൻ ചാൻസലർ ആയിട്ടുള്ള ഫെഡറിക് മെർസ്. ഓക്കെ, എത്രാമത്തെ ഇന്ത്യ ജർമ്മനി ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻ നടക്കാൻ പോകുന്നത്, 8ാമത്തെ. ഏത് വർഷം, 2026. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോ അതുകൂടാതെ തന്ത്രപരമായ പങ്കാളിത്തം ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രണ്ടുപേരും ഇടപെടും. അതിന്റെ പേരാണ് ഉഭയകക്ഷി ഇടപെടൽ. ഇന്ത്യ ജർമ്മനി ബന്ധത്തിൽ സമീപകാലത്ത് എന്ത് പുരോഗതിയാണ് ഉണ്ടായെന്ന് നോക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനിൽ വരുന്ന ഒരു രാജ്യമാണല്ലോ ജർമ്മനി. ഓക്കെ, അതിലെ സാമ്പത്തിക ഇടനാഴിയും നമ്മുടെ മദർ ഓഫ് ഓൾ ഡീൽസും, അതായത് സ്വതന്ത്ര വ്യാപാര കരാർക്ക് എന്ത് ചെയ്യും, ഒന്ന് ചർച്ച ചെയ്യും. ഇതാണ് ഇന്ത്യ ജർമ്മനിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ല ചെയ്ത കാര്യം. ഓക്കെ, ഇനി അടുത്ത ഇന്ത്യ കാനഡ. അപ്പൊ ഇന്ത്യ കാനഡയിൽ ഒരു ഡീൽ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ഡീലിന്റെ പേരാണ് CEPA. CEPA എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. ഈ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പൊ 2026 അവസാനത്തോടെ നമ്മൾ ഈ CEPA എന്ന് പറയുന്ന അഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കാനഡയുമായിട്ട് എന്ത് ചെയ്യും, നല്ല വ്യാപാര ബന്ധം ഉണ്ടാക്കും. 2030 ആവുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം, അതായത് കാനഡയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം 2026 എത്രയാണോ, എക്സ് ആണെന്ന് വിചാരിക്കൂ. ഓക്കെ അല്ലേ. അപ്പൊ 2026 എക്സ് ആണെങ്കിൽ 2030 ആവുമ്പോഴേക്കും 2x ആക്കുക എന്നാണ് CAPA കരാറിന്റെ ലക്ഷ്യം. ഇനി അടുത്തത് ഒരു പൊതു സുരക്ഷാ കരാർ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ജനറൽ സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ അഗ്രിമെന്റ്. കാനഡയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആ പ്രശ്നം പാകിസ്ഥാനിലുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് നിന്നാണ് ഉണ്ടാവുന്നത്. ആ വിവരം ഇന്ത്യക്ക് കിട്ടി. അപ്പൊ ഇന്ത്യ ഉടൻ ആരെ വിളിച്ചു പറയും, കാനഡ ഈ പ്രശ്നമാണെന്ന് പറയും. ഓക്കെ അല്ല. കാനഡയ്ക്ക് ഇന്ത്യക്ക് പുറത്തൊരു അറ്റാക്ക് നടക്കാനുള്ള എന്തോ വിവരം കിട്ടി. ഉടൻ എന്ത് ചെയ്യും, വിളിച്ചു പറയും. ഇങ്ങനത്തെ അഗ്രിമെന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ സാധാരണഗതിയിൽ വിളിച്ചൊന്നും പറയില്ല. മനസ്സിലായോ. ഓക്കെ അല്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ പറയുള്ളൂ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാളുടെ സുരക്ഷ മറ്റൊരാളുടെ ആവശ്യമാണ് എന്ന രീതിയിൽ. അപ്പൊ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും, സുരക്ഷ നോക്കുന്നതായിരിക്കും. ക്ലിയർ അല്ലേ. ഇനി ഒരു സംഭവത്തിന്റെ പേരാണ് റെയ്സിന അമേരിക്കാസ്. സോ അതിൽ അമേരിക്ക ഇല്ലല്ലോ, അങ്ങനെയല്ല. റെയ്സിന അമേരിക്കാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് 1.5 നയതന്ത്ര വിനിമയമാണ്. ഇതെന്താ സാറേ ഈ ട്രാക്ക് 1.5 നയതന്ത്ര വിനിമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാക്ക് 1.5 നയതന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷ പരിഹാരത്തിനുള്ള ഒരു സങ്കര രീതിയാണ്. ഇതൊന്നും മനസ്സിലായില്ല. അതായത് സർക്കാർ പ്രതിനിധികളെ മാത്രമല്ല, സർക്കാർ ഇതര വിദഗ്ധരെയും എന്ത് ചെയ്യും, ഒരുമിച്ച് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യൽസ് മാത്രമല്ല, പ്രൈവറ്റ് എന്നുള്ള ആളുകൾ എന്ത് ചെയ്യും, ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് രണ്ട് രാജ്യങ്ങളും കൂടി എന്ത് ചെയ്യും, സംസാരിച്ച് എന്താണോ പ്രശ്നം എന്ത് ചെയ്യും, പരിഹരിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി നോക്കുന്ന ആ സംഭാഷണങ്ങളെയും നയതന്ത്ര വിനിമയങ്ങളെയും അവർ നടത്തുന്ന ആ പ്രക്രിയകളെയും വിളിക്കുന്ന പേരാണ് റെയ്സിന അമേരിക്കാസ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ. റെയ്സിന അമേരിക്കാസ് എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്കയും തമ്മിലല്ല എന്നുള്ളതും, പേര് പ്രകാരം അമേരിക്കാസ് ആണ്, അപ്പൊ ലോജിക്കലി ഇത് അമേരിക്ക ആയിരിക്കും എന്ന് ഉദ്ദേശിക്കാതെ അത് ഇന്ത്യ കാനഡയാണെന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. അടുത്ത പരിപാടിയുടെ പേരാണ് അയോറ. അയോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷനിൽ ഒരു റിം അസോസിയേഷൻ ഉണ്ട്. ഇതെന്താ ഈ റിം അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ ഓഷനിലെ വ്യാപാരങ്ങൾക്ക് നോക്കാനുള്ള ഒരു പരിപാടിയാണ്. അതില് കാനഡയെ പങ്കാളിയാക്കാൻ ആരുദ്ദേശിക്കുന്നു, ഇന്ത്യ ഉദ്ദേശിക്കുന്നു പറഞ്ഞു. ഈ പ്രവർത്തനത്തിന്റെ പേരാണ് അയോറ. ഓക്കെ അല്ലെ. കാനഡയില് കമക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണവോർജം ഉണ്ട്.
ഇന്ത്യയിൽ ആണവോർജ വകുപ്പുണ്ട്. ഓക്കെ, 2027 മുതൽ 2035 വരെ ആണവോർജത്തിന് വേണ്ടിയിട്ടുള്ള യുറേനിയം എന്താ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് എന്ത്, കാനഡ എന്ന് പറയുന്നത്. ഇനി നേരെ ഇന്ത്യ പോയത് UK ആയിട്ടാണ്, ബ്രിട്ടനോ ആയിട്ടാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇന്ത്യ UK വിഷൻ 2035. ഇന്ത്യയും UKയും തമ്മിൽ എങ്ങനെയായിരിക്കും റിലേഷൻ ഉണ്ടാവുക? 2035 വരെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി സാങ്കേതിക വിദ്യയിൽ എന്താ മാറ്റം ഉണ്ടാക്കേണ്ടത്? പ്രതിരോധ മേഖലയിൽ എന്താ മാറ്റം ഉണ്ടാക്കേണ്ടത്? വിദ്യാഭ്യാസത്തിൽ എന്താ മാറ്റം ഉണ്ടാക്കേണ്ടത്? വ്യാപാര മേഖലയിൽ എന്താ മാറ്റം ഉണ്ടാക്കേണ്ടത്? അതിനുവേണ്ടി സാമ്പത്തിക വ്യാപാര കരാർ വേണോ എന്നെല്ലാം എന്ത് ചെയ്തു, നോക്കി. അപ്പൊ ആകെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ UK വിഷൻ ഉണ്ട്. ഏത് വർഷം? 2035. എന്നിട്ട് നേരെ ഇന്ത്യ എവിടേക്ക് പോയി? UAE കാണാൻ വേണ്ടി പോയി. UAE കാണാൻ പോയിട്ട് ആദ്യം പറഞ്ഞു 2026 18ാമത്തെ ബ്രിക്സ് മീറ്റിംഗ് ഞങ്ങളാണ്, ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വരിക, നല്ല ഫുഡ് ഉണ്ടാവും, എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് ആദ്യം ഇൻവിറ്റേഷൻ കൊടുത്തു. രണ്ടാമത്തെ പരിപാടി പറഞ്ഞു സമുദ്ര സുരക്ഷ വലിയ പ്രശ്നമാണ്. കറക്റ്റ് അല്ലേ? ആ ഹോർമൂസിൽ എന്താ ആകെ ഇഷ്യൂ ആണ്. എങ്കിൽ അവിടെ എങ്ങനെ നമുക്ക് നാവിഗേഷൻ നടത്താം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ആര്? ഇന്ത്യയും UAEയും. ക്ലിയർ? അപ്പൊ 2026 G7 നടന്നിട്ടുള്ള എല്ലാ പരിപാടിയും നമ്മൾ എന്ത് ചെയ്ത് നോക്കി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു പിക്ചർ നമുക്ക് എന്താ PSC കഴിയുന്നവർ ആവശ്യമുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം. G7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി, UK, ഫ്രാൻസ്, കാനഡ, US, ഇറ്റലി, ജപ്പാൻ. G8 എന്ന് വെച്ചാൽ റഷ്യ. ഇനി G20 എന്ന് വെച്ചാൽ ഈ 8 പേര് പ്ലസ് ടർക്കി, യൂറോപ്യൻ യൂണിയൻ, അർജന്റീന, ബ്രസീൽ, സൗത്ത് കൊറിയ, സൗദി അറേബ്യ. ഓക്കെ, അല്ലല്ലോ. ഓക്കെ, ഇവിടെ അർജന്റീന മുകളിലുണ്ട്, ശരിയല്ല? ഓക്കെ അല്ലെ? ടർക്കി, യൂറോപ്യൻ യൂണിയൻ, അർജന്റീന, ബ്രസീൽ, സൗത്ത് കൊറിയ, മെക്സിക്കോ, ചൈന, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക. ക്ലിയർ? ഇത്രയും പേര് ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് G20. അതൊന്ന് ഈ കാണുന്ന എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പേരാണ് G8. അത് റഷ്യ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പേരാണ് G7. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഓക്കെ, ഡണ്ണല്ലേ? അപ്പൊ എല്ലാ ക്ലാസ്സും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. G7മായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നവരിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് G20 ഉൾപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ അല്ലെ? അപ്പൊ അവിടെ അർജന്റീന ഉണ്ടോ? ഉണ്ട്. മെക്സിക്കോ ഉണ്ടോ? ഉണ്ട്. ഓക്കെ അല്ലെ? അർജന്റീന മുകളിലുണ്ട്. മെക്സിക്കോ ഉണ്ടോ? മുകളിലുണ്ട്. ദക്ഷിണാഫ്രിക്ക ഉണ്ടോ? ഉണ്ട്. തുർക്കി ഉണ്ടോ? തുർക്കി ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത് ആൻസർ. ഓസ്ട്രേലിയ ഉണ്ടോ? ഇല്ല. കാനഡ ഉണ്ടോ? ഉണ്ട്. മലേഷ്യ ഉണ്ടോ? ഇല്ല. ന്യൂസിലൻഡ് ഉണ്ടോ? ഇല്ല. ബ്രസീൽ ഉണ്ടോ? ഉണ്ട്. ഇറാൻ ഉണ്ടോ? ഇല്ല. സൗദി അറേബ്യ ഉണ്ടോ? ഉണ്ട്. വിയറ്റ്നാം ഉണ്ടോ? ഇല്ല. ഇന്തോനേഷ്യ ഉണ്ടോ അവിടെ? ഇല്ല. ഓക്കെ, ജപ്പാൻ ഉണ്ടോ? അവിടെ ഉണ്ട്. സിംഗപ്പൂർ ഉണ്ടോ? ഇല്ല. ദക്ഷിണ കൊറിയ ഉണ്ടോ? സൗത്ത് കൊറിയ എവിടെയും വേണമല്ലോ. ഓക്കെ, സൗത്ത് കൊറിയ ഉണ്ടോ? ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ G7 അപ്ഡേറ്റഡ് വേർഷൻ ആയി. 2026 മീറ്റിംഗ്. ഇനി അടുത്ത മീറ്റിംഗ് നടക്കുമ്പോൾ 2020 നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 2027 വരെ എക്സാം എഴുതിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ എക്സാം കാലാവധി എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷം എന്ത് ചെയ്യണം, സ്മാർട്ടായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ജോലിക്ക് കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പൊ കറണ്ട് അഫെയറിന്റെ 27ാമത്തെ ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.